ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ ചാനലിലെ പുതിയ ഡ്രോയിങ് ബുക്കാണ്. അത് നേച്ചറിൻ്റെയാണ്. നേച്ചർ. സോ ഗൈസ്, നമ്മൾ നേച്ചറിൻ്റെ ഡ്രോയിങ് ബുക്കാണ് കാണിക്കാൻ പോണത്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. മകരന്ത് കെ മാസ്റ്റർ നൂലു മാസ്റ്റർ മകരന്ത് കെ 7B തെറ്റിപ്പോയി. CVP ചിമ്യ വിദ്യ ഹാസ് ബി ഗ്രേഡഡ് ഫസ്റ്റ്. പിന്നെ അല്ല കള്ള ഗൈസ് ഇത് കാണാൻ പറ്റില്ലേക്ക്. 4 year 2005 ഡേറ്റ്, തുടങ്ങിയ ഡേറ്റ്. ഇതാണ് എൻ്റെ സൈന്. ബ്ലറായിട്ട് ഇങ്ങനെ എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇതാണ് എൻ്റെ സ്കൂൾ സ്റ്റാമ്പ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രോയിങ്. എങ്ങനെയൊക്കെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ ഇത് ഇച്ചിരി അറിയാലോ, തെറ്റിപ്പോയി. ഞാൻ പെയിൻറ്റ് വെച്ചാണ് അടിച്ചത്. സോ നെക്സ്റ്റ്, ഇത് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. ഇതിൽ മുഴുവനും ഞാൻ ഒരേ കളർ എൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. ഇതിൽ സ്പെഷ്യലായിട്ട് റെയിൻബോ കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ കറക്റ്റാണ്. ഇത് ഇച്ചിരി തെറ്റിയില്ല. ഞാൻ കഷ്ടപ്പെട്ട് അടിച്ചാണ്. ഇല്ല കറക്റ്റൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെ മിക്സ് അടിക്കണോ ചേട്ടൻ? ഇങ്ങനെ അടിച്ചു കുഴപ്പമില്ല. ബാ എൻ്റെ കിളി കൊള്ളാമോ? ഇതിന് 2 വിങ്സ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്? എന്തൊരു പൂ, കാലിച്ചിരി വഴുകിപ്പോയെന്നുള്ളൂ. ഈ ലീഫ് കുഴപ്പമില്ല, കൊള്ളാം. സ്റ്റെമ്പ് ഇങ്ങനെ സ്റ്റെമ്പാ? സ്റ്റെമ്പല്ലല്ലോ, അത് ലീഫിന്റെ നീണ്ട സ്ഥലോടാ. ഗൈസ് എൻ്റെ അനിയന് ബുദ്ധിയൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഓൾ ആർ ഈക്വൽ. ഇത് ജാതി മതമൊന്നും പറഞ്ഞ് നമ്മളെ ക്ലാസ്സിൽ പ്രശ്നമായി. അപ്പം ഞാൻ ഇതുണ്ടാക്കി. ടീച്ചർ വെരി ഗുഡൊക്കെ പറഞ്ഞ് ഓൾ ആർ ഈക്വൽ. ഓക്കെ, ഇത് തെറ്റിപ്പോയി. ആണ് എന്നാലും ഹിന്ദു. ഓക്കെ നെക്സ്റ്റ്, ഒറിജിനൽ ഫ്ലവർ ഇരിക്കണണ്ട പിഴുതെടുക്കുക. കൊള്ളാമോ? എൻ്റെ ഒറിജിനൽ ഇത് ഇച്ചിരി തെറ്റിപ്പോയി. ഞാൻ അറിയാതെ പിങ്കെന്നും പറഞ്ഞ് ഓറഞ്ച് എടുത്ത് അടിച്ചു പോയി. കുഴപ്പമൊന്നുമില്ല അല്ലേ? നെക്സ്റ്റ്, കൊള്ളാമെങ്കിൽ പറ. ഇതാണ് എനിക്ക് ഒറിജിനലായിട്ട് ചെയ്യണം. നെക്സ്റ്റ്, കൊള്ളാമോ? എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടാണ് വായിച്ചത്. ഭയങ്കര കഷ്ടപ്പെട്ടു. എൻ്റെ ഔട്ട്ലൈൻ സ്പെഷ്യലായിട്ട്. എൻ്റെ കണ്ണ് ഭയങ്കര സിമ്പിളായിരുന്നു. എന്നിട്ട് ഫ്ലവേഴ്സിനെ നോർമലായിട്ട് ബാക്കിയിൽ ഏതൊക്കെ അടിച്ചു അതേപോലെ തന്നെ. സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. നെക്സ്റ്റ്, ഹാർട്ട് പൂച്ചൻ്റെ കണ്ണ് വരയ്ക്കാൻ ഞാൻ പെട്ട പാട് നിങ്ങൾ ആലോചിക്കണം. ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഇതൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു. കറങ്ങി വന്ന ഒരു ഹാർട്ട് വരച്ചിട്ട്, ഒരു ഹാർട്ട് ആദ്യം വരച്ചിട്ട് ഇതൊക്കെ ഇൻറ്റീരിയർ കൊടുത്തിട്ട് ഈ കൈ വെളി വേണ എന്നിട്ട് അവിടെ മാച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ മതി. പല്ല് ഭയങ്കര ഷാർപ്പ്. കണ്ണ് പാടുപെട്ട. ഇതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതിയായിരുന്നു. നീ എന്നെ ഭയങ്കര പാടുപെടുത്തി പൂച്ചേ, അഴക പൂച്ച. കുഴപ്പമില്ല, കൊള്ളാം. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഫേമസ് ഡ്രോയിങ്, ദ ബീ. പിന്നെ അല്ലേ എൻ്റെ കഷ്ടപ്പാട് കണ്ട എൻ്റെ ഡ്രോയിങ് ബുക്ക് കൊലച്ച പെണ്ണ് ഗൈസ്. പിന്നെ നിങ്ങൾ നോക്കണമെങ്കിൽ ഇത് ബി ആണ്. ഞാൻ ഒരു കുട്ടിക്ക് നോക്കാൻ കൊടുത്തപ്പോൾ അവള് കത്താം. ആ കുട്ടീൻ്റെ പേര് ദീ ആണ്. എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കണ ട്യൂഷൻ ക്ലാസ്സിൻ്റെ ടീച്ചറിൻ്റെ മോള്. എൻ്റെ ഡ്രോയിങ് ബുക്ക് അവളെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടാ. അത് കാണിച്ചുതരാം, അത് അടുത്ത പേജിലാണ്. നെക്സ്റ്റ്, എടി ക്രൂരതേ, നിന്നെ ഞാൻ മറക്കൂല. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഡിസൈൻ ഇതേപോലെ തന്നെ ഇരിക്കും, ഏകദേശം ഇതേപോലെയാണ്. ഭയങ്കര അക്രമയാണ്. നോക്ക്, കുഴപ്പമില്ല. യെസ്, അടുത്തത് ഭയങ്കര പൊളിയാണ് കേട്ടോ. നിങ്ങൾ കണ്ട കണ്ണ് തള്ളി വെളി വന്ന് വാ തുറന്ന് വാക്കാത്തിന്ന് നാക്ക് വെളി വരും. നെക്സ്റ്റ്, എൻ്റെ ആർട്ട് കണ്ടില്ലേ, പൊളി. ഇങ്ങനെ ഈ ലോകത്ത് ആരും ചെയ്യൂല. പിന്നെ അല്ല, സോറി ഗൈസ് എനിക്ക് വരയ്ക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. സോ ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്, ഞാൻ നേച്ചർ ആദ്യമായിട്ടാണ് വരയ്ക്കണം. മറ്റതെല്ലാം ആനിമയാണ് വരയ്ക്കണം, വേറെ ഒന്നും വരച്ചിട്ടില്ല. സോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക, റിവ്യൂ. പിന്നെ എനിക്ക് കുറേ ഇതേപോലെ നല്ല ഡ്രോയിങ്സിനെ വരയ്ക്കും. പക്ഷെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ ഞാൻ വരയ്ക്കാമേ. എനിക്ക് പുതിയതായിട്ടൊന്നും കിട്ടിയില്ല നന്നായിട്ട്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണ എല്ലാം ഞാൻ വരയ്ക്കാം. ഓക്കെ, നേച്ചറിറ്റിക് ആയിട്ടുള്ള പറയണേ. നേച്ചറിറ്റിക് ആയിട്ട് പറയണേ. ഇതേപോലെ തന്നെ വരയ്ക്കുന്നതാണ്. നെക്സ്റ്റ്
നെക്സ്റ്റ് ഒരു വൃത്തിട്ടവായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഡ്രോയിങ് ബുക്ക് കൊള്ളാക്കി കമന്റ് സെക്ഷനിൽ പറയുക. ആലോചിച്ച് ഞാൻ പണ്ടത്തിനെയും കാട്ടി നിറയെ സമയം ഇരുന്ന് വരച്ച് കഷ്ടപ്പെട്ട് ഈ ലെവലായിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ ആനിമ എങ്ങനെയായിക്കോന്ന് ഏനാ അമ്പു ടെലിപ്പോട്ട് എന്നില്ലല്ലേ നമ്മള് ആനിമ ബുക്ക് എടുത്തോണ്ടോ. ഇതാണ് എൻ്റെ ആനിമ നോട്ട് ബുക്ക്. ഇതാണ് ബാക്കി ഇച്ചിരി അഴുക്കായെന്നുള്ളൂ. മകരന്ത് മിസ്സ മാസ്റ്റർ മാസ്റ്റർ 70. എന്നിട്ട് ഇത് 7, ഇത് D, എന്നിട്ട് ഹാസ് ബീൻ ഗ്രേഡഡ് ഇൻഫിനിറ്റി. വേറത് ഇപ്പം വേറത് ഫോർ എ ഇയർ. ഇത്രയും രൂപ എനിക്ക് കിട്ടും. ഞാൻ പണക്കാരനാണ്. എൻ്റെ സൈന് ഞാൻ തുടങ്ങിയ ഡേറ്റ്. രണ്ടാമത്തെ സൈന്. ഇതെന്റെ രണ്ടാമത്തെ സൈനാണ്. ഒരു മനുഷ്യനെ പോലെ ഉണ്ട് കാണാൻ. ഇതിനെ വരച്ചിട്ട് ഒരാളെ കൈ. ഓക്കെ, ഞാൻ ഇത് കാണിക്കാൻ പോവുകയാണ് തീർത്തിട്ട്. ഇത് ഞാൻ തീർത്തില്ല. ഒരു 2, 3, 4, 8 എണ്ണം കളർ അടിക്കാനുണ്ട്. എന്നിട്ട് 3 പേജ് വരയ്ക്കാനുണ്ട്. അത് വരച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ബുക്ക് വരുന്നതാണ്. പേടിക്കണ്ട. വി ക്യാൻ സീ. ഹലോ ഗൈസ്, അത് ഇനി ചേട്ടാ അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ലൈക്കും കാണിക്കണം. അതിന്റെ കൂടെ എന്റെ ഡ്രോയിങ് ബുക്ക് റിവീൽ ആകും. എവയും കുഴപ്പമില്ല, നന്നായിട്ട് വരയ്ക്കും, കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അത്ര ഇല്ല. ഓക്കെ, ലൈക്ക്, സബ്സ്ക്രൈബ്, ടാർഗറ്റ് 10. നമ്മളെ കമന്റ് എല്ലാവരും കൂട്ടിയതിന് താങ്ക് യു. അതേപോലെ തന്നെ ഷെയറും കൂട്ടിയതിന് താങ്ക് യു. അതേപോലെ നമ്മളെ ഷെയറും കമന്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക, ലൈക്കും കൂട്ടിക്കൊണ്ടിരിക്കുക. വ്യൂസ് നമ്മൾ വീഡിയോസ് അത്രയും കണ്ടിരിക്കുക. പിന്നെ ഒരു മെയിൻ കാര്യം, നമ്മളിത് മറക്കാൻ പാടില്ല. എങ്ങനെ മറന്ന്? ഈ വീഡിയോയിൽ ഏത് പെണ്ണാണ് കാണുന്നത് അവർ കമന്റ് സെക്ഷനിൽ പറയുക. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് മെയിലിന്റെ കൂടി ഫീമെയിലും കാണാണ്. വി ആർ നോട്ട് ഫേമസ്. ഓക്കെ, പിന്നെ ഈ വീഡിയോയിൽ ആയാൽ ജപ്പാനീസ് ആണ് കാണുന്നതെന്ന് പറയുക. അതെ, ജപ്പാനീസ് ആൾക്കാരെ കാണുന്നു. ജപ്പാനീസ് എങ്ങനെ നമ്മളൊക്കെ ആര്? ഓക്കെ, അത് ഡെട്രസ് ഗെയിമിന്റെ പോപ്പുലേഷനോ? പിന്നെ നമ്മൾ ഏതൊക്കെ ആൾക്കാരെ ഏതൊക്കെ യൂട്യൂബ് കണ്ടാണ് യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എടുത്തതെന്ന് നമ്മൾ പറയുന്നതാണ്. പിന്നെ എപ്പോഴേക്കും ഇടാ, പേടിക്കണ്ട. പോടെ നെക്സ്റ്റ് വീഡിയോ അമ്പു സ്റ്റാച്ചു നമ്മൾ നെക്സ്റ്റ് കാണാൻ. ചേട്ടാ ബൈ ബൈ, ഗുഡ് ബൈ. സബ്സ്ക്രൈബ്, ലൈക്ക് കൂട്ടണേ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്.